അഭിലാഷേ മെസ്സിമാർ ഇനിയും ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ യമാൽ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ബാഴ്സയുടെ പാസ്റ്റായിരുന്നു മെസ്സി, ഫ്യൂച്ചറാണ് യമാൽ. മെസ്സിയും യമാലും കൂടിയുള്ള ഫോട്ടോ തൊട്ട് ഈ ലോകകപ്പിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക തംബ്നെയിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ പടമായിരിക്കും. അപ്പോൾ ഇനി എന്ത് എന്നാലോചിക്കുമ്പോൾ അതെ, തീർച്ചയായിട്ടും. ഞാൻ 2006 ജൂൺ 16 അർജന്റീനയും സെർബിയ ആയിട്ടുള്ള മത്സരത്തിൻ്റെ 79ാമത്തെ മിനിറ്റിലാണ് അന്നത്തെ കോച്ച് പെക്കർമാൻ മെസ്സിയെ വേൾഡ് കപ്പിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഞാൻ ആ കളി അതൊരു സന്ധ്യയായിരുന്നു. അന്ന് മുതൽ ലയണൽ മെസ്സി വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള എല്ലാ മത്സരങ്ങളും എത്ര മിനിറ്റ് മെസ്സി കളിച്ചിട്ടുണ്ടോ അത് മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഒരൊറ്റ മത്സരം പോലും ഇതിപ്പോൾ 2006 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വേൾഡ് കപ്പ് കഴിഞ്ഞു, അത്രയും വേൾഡ് കപ്പ് 2026 വരെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വേൾഡ് കപ്പ് അരീനയിൽ അവസാനമായി ലയണൽ മെസ്സി ആൽബി സെലസ്റ്റെ യൂണിഫോമിൽ കളിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഫൈനൽ എന്നുള്ളതിനേക്കാൾ ഞാൻ അതിനെ വളരെ പ്രാധാന്യത്തോട് നോക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതേ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് 2016 ലയണൽ മെസ്സി കരഞ്ഞ് കണ്ണീരൊഴുക്കി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്. അതിന് 10 കൊല്ലം കഴിയുമ്പോൾ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ അയാൾ വീണ്ടും കളിക്കുകയാണ്. അപ്പോൾ നോക്കൂ, 2014 വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നു, 2015 കോപ്പ അമേരിക്ക ഫൈനലിൽ പരാജയപ്പെടുന്നു, 2016 കോപ്പ സെന്റിനറയിൽ വീണ്ടും ചിലിയോട് ഈ മെറ്റ് ലൈഫിൽ പരാജയപ്പെടുമ്പോഴാണ് അന്ന് മെസ്സി അന്നത്തെ ഒരു ചിത്രമുണ്ട്. അന്ന് മെസ്സി ഇങ്ങനെ കരയുന്ന ചിത്രം ടി വിയിൽ വരുമ്പോൾ ടി വിയിൽ കണ്ണീര് തുടച്ചു കൊടുക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം അന്ന് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ മെസ്സി നോക്കൂ, പിന്നെ നോക്കൂ, 2021 മുതൽ ഇങ്ങോട്ട് കോപ്പ അമേരിക്ക ജയിക്കുന്നു, ഫൈനലിസിമ ജയിക്കുന്നു, വേൾഡ് കപ്പ് ജയിക്കുന്നു, വീണ്ടും കോപ്പ അമേരിക്ക ജയിക്കുന്നു, ഒരിക്കൽ കൂടി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്ത് എന്നുള്ളത് ഞാൻ പറയുന്നു അപ്രസക്തമാണെന്നുള്ളതാണ്. ലയണൽ മെസ്സിയെ സംബന്ധിച്ച് ഞാനാണ് ഗോട്ട് എന്ന് അവിതർക്കിതമായി തെളിയിച്ച് കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 20 വർഷം കടന്നു പോകുന്നു. അപ്പോൾ ശരിയാണ്, ഇപ്പം യമാലിനെ പോലത്തെ ഒരു കളിക്കാരൻ വരുന്നു. 19 മെസ്സിയുടെ പഴയ നമ്പറാണ്, ആദ്യം കളിക്കുമ്പോൾ മെസ്സിയുടെ നമ്പറാണ്. 19 കൊല്ലം മുമ്പാണ് ഈ കുളിപ്പിക്കുന്നത്, യമാലിനെ കുളിപ്പിക്കുന്നത്. എന്തായാലും ലാമാസിയുടെ പ്രൊഡക്റ്റാണ് മെസ്സി, അതിന്റെ ഐക്കണാണ്. ഇപ്പോൾ ലാമാസ എന്നുള്ള 8 പേരാണ് ഈ സ്പെയിൻ ടീമിൽ കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സ്പെയിൻ അർജന്റീന മത്സരം എന്ന് പറയുന്നത് തന്നെ പൊതുവേ ഇപ്പോൾ നമ്മൾ അർജന്റീന ആരാധകർ കാണുന്നത് തന്നെ സോദരർ തമ്മിലെ പോരല്ല, അതെ, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലോ എന്ന് പണ്ട് കവി പറഞ്ഞത് മാതിരിയുള്ള ആ ഒരു സംഗതി പറയുന്ന വാചകത്തിലൊക്കെ ഒരു മുൻകൂർ ജാമ്യത്തിന്റെ അല്ല. ഞാൻ പറയുന്നത് ഇന്ന് വിജയവും പരാജയവും അപ്രസക്തമാണ്. അതിനെപ്പറ്റി ഇന്ന് ആണ്. കാരണം വെച്ചാൽ ബാഴ്സലോണയുടെ ഏറ്റവും വലിയ സ്റ്റാറുകളിൽ ഒരാളാണ് മെസ്സി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ലയണൽ മെസ്സി എന്തായാലും ഇനി ഒരു വേൾഡ് കപ്പ് കളിക്കില്ല എന്ന് ഉറപ്പാണ്. 39 വയസ്സായി. ഇനി അടുത്ത വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ 43 വയസ്സാവും. ഇത് ലയണൽ മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. അർജന്റീന ജേഴ്സിയിൽ ഒരു പക്ഷേ ഇനി മത്സരം കളിക്കും. കഴിഞ്ഞ ദിവസം റൊമേറോ ചോദിച്ചിരുന്നു, ഈ വേൾഡ് കപ്പ് കൂടി നേടുകയാണെങ്കിൽ കുറച്ചു കാലം കൂടി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കേട്ടില്ല. എന്തായാലും ഞാൻ ഈ വേൾഡ് കപ്പ് ഫൈനലിനെ കാണുന്നത് നമ്മൾ ദ ലാസ്റ്റ് ഡാൻസ് അത് തന്നെയാണ്, അതിലൊരു സംശയമില്ല. നിവീഷോ? അല്ല, ഈ മെസ്സിയെ പോലെ തന്നെ ഇപ്പം നേരത്തെ എം പി രാജേഷ് അദ്ദേഹം സൂചിപ്പിച്ച പോലെ മെസ്സി ഒരു ഇതിഹാസമാകുന്നു. ഒരു ടീമിനെ ഒരു താരം ചുമലിലേറ്റ് ഇതിഹാസമാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചത്. നമുക്കറിയാം ആ ടീം പല റൊണാൾഡോ അടക്കമുള്ള ഇതിഹാസ താരങ്ങൾക്ക് ഇല്ലാതെ പോയ ഒരു ഭാഗ്യം കൂടി തീർച്ചയായും മെസ്സിയെ സംബന്ധിച്ച് കിട്ടി. അത്രയും സോദര തുല്യരായ ആളുകൾ നമുക്കറിയാം. ഇപ്പോൾ പല ദൃശ്യങ്ങൾ കണ്ടറിയാം, മെസ്സിയെ ഒന്ന് പൂട്ടാൻ എതിർ ടീം ശ്രമിച്ചാൽ അതെങ്ങനെയാണ് അർജന്റീനയുടെ ബാക്കി താരങ്ങൾ അതിനോട് പെരുമാറുന്നത് കറക്റ്റ് നോട്ട് ചെയ്ത് അവന് പണി കൊടുക്കാൻ വരെ അങ്ങനെ വരെ കളിക്കളത്തിൽ കളിക്കുക. അപ്പോൾ അത്രയ്ക്കും മെസ്സി എന്ന് പറഞ്ഞ ഇതൊരു അത്ഭുതമാണ്. നമുക്ക് എല്ലാ മനുഷ്യർക്കും സ്വാർത്ഥതയും അല്ലെങ്കിൽ അതൊക്കെ ഏത് ഘട്ടത്തിലും വരാവുന്നതാണ്. പക്ഷേ ഇതുപോലൊരു കളിക്കളത്തിൽ പന്ത് മെസ്സിക്ക് സ്വയം അടിക്കാമായിരുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും പന്ത് മെസ്സിയിലേക്ക് മാറ്റി കൊടുക്കുന്ന അർജന്റീൻ താരം വരെയുണ്ട്. അപ്പോൾ സ്വാർത്ഥതയുടെ ഒരു ലെവലേഷൻ പോലും ഇല്ലാതെ മെസ്സി എന്ന ഐക്കണ് വേണ്ടി, മെസ്സിയുടെ വിജയത്തിന് വേണ്ടി മെസ്സിയായി തന്നെ ബാക്കി 10 പേരും, അങ്ങനെ 11 മെസ്സിമാർ കളിക്കളത്തിൽ ഇറങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വൈകാരികമായ നിമിഷം. അതുകൊണ്ടാണ് അർജന്റീനയ്ക്കൊപ്പം നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ മെസ്സി പോയാൽ ഇനി മെസ്സിമാർ ജനിക്കുമായിരിക്കും, മെസ്സിമാർ വരുമായിരിക്കും. പക്ഷേ ഈ മെസ്സി അതൊരു സ്പെഷ്യൽ മെസ്സിയാണ്. ആ മെസ്സിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്ന് കളി കാണുന്നത്. ആ 10 പേർ മെസ്സിക്കൊപ്പം കളിക്കുന്നതും ഈ ലോകത്തെ കോടിക്കണക്കിന് ആരാധകർ കളിക്കുന്നതും ആ മെസ്സി വീണ്ടും ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് കാണാൻ കഴിയുമ്പോൾ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ, ഒരു കുട്ടി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു കപ്പിന് ഉമ്മ കൊടുക്കുന്നത് കാണാൻ. പണ്ട് ദൈവത്തിന്റെ കൈയാണെങ്കിൽ ഇത് ദൈവത്തിന്റെ ഇടങ്കാലാണ്, യാതൊരു സംശയമില്ല.